കേരള സൂപ്പർ ലീഗിലെ 8ാം റൗണ്ട് മത്സരത്തിൽ ടേബിൾ ടോപ്പേഴ്സാകാമെന്ന പ്രതീക്ഷയോടെയാണ് കൊമ്പൻസും മാജിക് എഫ്സിയും കളത്തിലിറങ്ങിയത്. 3ാം ഹോം മത്സരമെന്ന ആനുകൂല്യവും കാണികളുടെ പിന്തുണയുമായി തുടക്കം മുതൽ ആധിപത്യം നേടാൻ തൃശൂരുകാർക്കായി. എന്നാൽ അവരെ ഞെട്ടിച്ചാണ് 5ാം മിനിറ്റിൽ കൊമ്പൻസ് മുന്നിലെത്തിയത്. തിരുവനന്തപുരം കൊമ്പൻസ് ടീം ഈ മത്സരത്തിന്റെ 5ാം മിനിറ്റിൽ ഒരു stunning start, flying start to കൊമ്പൻസ് 1 തിരുവനന്തപുരം കൊമ്പൻസ് 1 തൃശൂർ മാജിക് 0. മാജിക് എഫ്സിയുടെ മുഹമ്മദ് ജിയാദിന് ക്ലിയർ ചെയ്യാൻ കഴിയാതിരുന്ന പന്ത് ഗോളി കമാലുദ്ദീനെ കാഴ്ചക്കാരനാക്കി ബ്രസീലുകാരൻ പൗളോ വിക്ടറാണ് വലയിലെത്തിച്ചത്. ലീഗിലെ 2ാം ഗോളോടെ വരവറിയിച്ച വിക്ടർ നൽകിയ മുൻതൂക്കം പക്ഷേ മുതലാക്കാൻ കൊമ്പൻസിന് കഴിഞ്ഞില്ല. സ്വന്തം കാണികൾക്ക് മുന്നിൽ പൊരുതി കളിച്ച മാജിക് എഫ്സി 10 മിനിറ്റുകൾക്കകം തിരിച്ചടിച്ചു. മനോഹരമായ ഒരു മുന്നേറ്റത്തിനൊടുവിൽ ഇവാൻ മാർക്കോവിച്ചിന്റെ പാസ് സ്വീകരിച്ച കെവിൻ ജാവിയർ മറിച്ചു നൽകിയ പന്ത് മലയാളി താരം ഫൈസൽ അലി നിഷ്പ്രയാസം ഗോളാക്കി മാറ്റുകയായിരുന്നു. തൃശൂർ ഗോൾ വഴങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചടിക്കുകയാണ്. What a comeback! ഇതാണ് കംബാക്ക്. തൃശൂരിന്റെ കംബാക്ക് ആണ്. 1-1. ആദ്യ പകുതിയിൽ 5 മാറ്റങ്ങളുമായി പ്രതിരോധത്തിന് കരുത്തു കൂട്ടിയിറങ്ങിയ മാജിക് എഫ്സിയെ മറികടക്കാൻ കൊമ്പൻസ് പിന്നീട് ആഞ്ഞു ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 73ാം മിനിറ്റിൽ കെവിൻ ജാവിയർ എടുത്ത ഫ്രീ കിക്കിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് തിരുവനന്തപുരംകാർ രക്ഷപ്പെട്ടത്. ഫൈനൽ വിസിലിന് സെക്കൻഡുകൾ ബാക്കി നിൽക്കെ റൊണാൾഡ് പറത്തിയ ഷോട്ട് മാജിക് എഫ്സിയുടെ ഗോളി തട്ടിത്തെറിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ മത്സരഫലം മറ്റൊന്നായേനെ. 95 മിനിറ്റും കഴിഞ്ഞ് 96ാമത്തെ മിനിറ്റിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വീണ്ടും കിട്ടുന്നത്. പന്തടക്കത്തിൽ തൃശൂരുകാർ ഒരു പിടി മുന്നിലായിരുന്നെങ്കിലും ഫൗൾ പ്ലേയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമെന്ന് പറയാൻ കഴിയുന്ന മത്സരത്തിനാണ് കോർപ്പറേഷൻ സ്റ്റേഡിയം വേദിയായത്. ഓരോ പോയിന്റുകൾ വീതം 2 ടീമുകളും നേടിയ മത്സരം സമനില പാലിച്ചപ്പോൾ 14 പോയിന്റോടെ മാജിക് എഫ്സി 2ാം സ്ഥാനത്തും 11 പോയിന്റോടെ കൊമ്പൻസ് 3ാം സ്ഥാനത്തും ലീഗിലെ മുൻനിരക്കാരായി തുടരുകയാണ്. ന്യൂസ് മലയാളം, തൃശൂർ.